എല്ലാ കൂട്ടുകാർക്കും ഉത്രാടം ദിനാശംസകൾ. അപ്പോൾ ഇന്ന് ഉത്രാടമാണ്, നാളെ നമ്മുടെ തിരുവോണമാണ്. അപ്പോൾ നാളത്തെ സദ്യയ്ക്കുള്ള ഒരു ഇഞ്ചി അച്ചാർ കണ്ടാലോ? അതും കോട്ടയം സ്റ്റൈലുള്ള ഇഞ്ചി അച്ചാർ. ഇത് അനിയത്തിയെ കെട്ടിച്ചേക്കുന്ന കോട്ടയത്താണ്. അവിടെ അമ്മ ഇഞ്ചി അച്ചാർ ഇട്ടതിൻ്റെ റെസിപ്പിയാണ് ഇത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇഞ്ചി വട്ടത്തിലരിഞ്ഞ് തേങ്ങാക്കൊത്ത്, പച്ചമുളക്, വെളുത്തുള്ളി ഇത് സെപ്പറേറ്റ് വറുത്തിട്ട് പൊടിച്ച് വെച്ചതാണ്. ഇഞ്ചിയും തേങ്ങാക്കൊത്തും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ വറുത്ത് പൊടിച്ചതാണ്. അത് മംഗലത്തിലാണ് ഇങ്ങനെ അച്ചാർ ഇടുന്നത് അവിടെ. അപ്പം ആദ്യം ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ച് കടുക് ഇട്ട് പൊട്ടിച്ചിട്ടുണ്ട്. അതിലേക്ക് വറ്റൽമുളക് ഇട്ട് കരിയാപ്പിലയും കൂടി ഇട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഉള്ളിയും ഇട്ടിട്ടുണ്ട്. ഉള്ളിയും കരിയാപ്പിലയും വറ്റൽമുളകും കടുവും എല്ലാം കൂടെ പൊട്ടിച്ചാണ് അത്. അതിലേക്ക് പൊടികളെല്ലാം ഇട്ട് കൊടുക്കണം. ഇനിയും 2 ടേബിൾ സ്പൂണ് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉലുവാപ്പൊടിയും കൂടാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. എരിവില്ലാത്ത മുളക് പൊടിയാണ്, അപ്പോൾ കളറുണ്ടെന്നേ ഉള്ളൂ. അത് ഇട്ട് കൊടുത്തിട്ട് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പിഴുപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി പിഴിഞ്ഞ് അതിൻ്റെ നീരും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ പൊടിച്ച് വെച്ച ഇഞ്ചി വട്ടത്തിലരിഞ്ഞ് വറുത്ത് പൊടിച്ചതും തേങ്ങ വറുത്ത് പൊടിച്ചതും പച്ചമുളക് പൊടിച്ചതും വെളുത്തുള്ളി വറുത്ത് പൊടിച്ചതും എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചിയും തേങ്ങാക്കൊത്തും പച്ചമുളകും വെളുത്തുള്ളിയും വറുത്ത് പൊടിച്ചതാണ്. അപ്പോൾ അതെല്ലാം കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂട് പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ തീ ഒന്ന് കൂട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് തിളയ്ക്കാൻ. അപ്പം വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. അതൊന്ന് തിളയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് ഇഞ്ചിയുടെ ആ എരിവും കുത്തലും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് ശർക്കര വെള്ളത്തിലിട്ട് അലിച്ചിട്ട് അതും കൂടി നമ്മൾ ഒഴിച്ചു കൊടുക്കണം. ഇഞ്ചി അച്ചാറിന് ഇച്ചിരി എരിവ്, പുളി, മധുരം എല്ലാം കൂടെ ചേർന്നതാണല്ലോ ഇഞ്ചി അച്ചാർ. അപ്പം മധുരത്തിന് വേണ്ടിയിട്ട് നമ്മൾ ശർക്കര വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇഞ്ചി അച്ചാർ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം, എന്നാലും ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണല്ലോ ഉണ്ടാക്കുന്നത്. നമ്മൾ ആലപ്പുഴയിലാണ്, ആലപ്പുഴ വേറെ സ്റ്റൈല്, കോട്ടയം വേറെ സ്റ്റൈല്, അങ്ങനെയാണല്ലോ. അപ്പോൾ അമ്മ ഉപ്പൊക്കെ നോക്കുന്നുണ്ട്. ഉപ്പ് നമ്മൾ അത് വറക്കുമ്പം ഉപ്പും കൂടി ഇട്ടായിരുന്നു വറുത്തത്, അതാണ് ഉപ്പിടുന്നത് കാണിക്കാത്തത്. ആവശ്യത്തിന് ഉപ്പ് എല്ലാത്തിലും ഇട്ടിട്ടുണ്ട്. അപ്പം ഇതിനിയും ഇത് വെള്ളം പോലെ ആകിയിരിക്കുമ്പം തന്നെ നമ്മൾ തീ ഓഫ് ചെയ്യണം. ഇതിപ്പോൾ ഇങ്ങനെ വെള്ളം പോലെ ആണല്ലോ. അത് കഴിഞ്ഞിട്ട് കുറച്ച് തീ ഓഫ് ചെയ്യുന്നതിന് മുന്നേ കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് തീ ഓഫ് ചെയ്ത് വെക്കണം. അത് കുറേ കഴിയുമ്പോൾ ഇത് നല്ലതായിട്ട് കുറുകി വരും. അപ്പോൾ വേണ്ട ഇഞ്ചി അച്ചാർ നന്നായിട്ട് തണുത്തിട്ടുണ്ട്, നല്ല കളറൊക്കെ ഉണ്ട്, നല്ലതായിട്ട് കുറുകിയും വന്നിട്ടുണ്ട്. അങ്ങനെ മങ്കുടത്തില ഒഴിച്ച് വെച്ചിട്ടുണ്ട് അച്ചാർ. അപ്പം നന്നായിട്ട് തണുത്തിട്ടുണ്ട്, നല്ല കളറൊക്കെ ഉണ്ട്, കാണാൻ നല്ല ലുക്കും ഉണ്ട്.